മാമ പ്ലീസ് എന്റെ അച്ഛനോട് പറയല്ലേട്ടാ, നല്ല മാമനല്ലേ. പറയാൻ എനിക്കും താല്പര്യമില്ല. പക്ഷെ ഇവന്റെ കയ്യിലേ കുറച്ച് കള്ളത്തരുണ്ട്. അത് മാറ്റിയെടുത്തല്ലേ പറ്റൂ. അതുകൊണ്ട് വെയിറ്റ് ഇട്ട് നിക്കാം. അല്ല എന്തുട്ടാ ഈ ആലോചിക്കണേ? ഞാൻ വേണേ കാല് പിടിക്കാട്ടാ, പ്ലീസ് പറയരുത്. ഈ കുട്ടികളെ കൊണ്ട് തോറ്റൂലോ, നിങ്ങളൊന്ന് പോയേ. സ്നേഹചേച്ചി ഒളിപ്പിക്കേണ്ട സമയത്ത് ഞങ്ങള് വേണമായിരുന്നു അല്ലേ? ഇപ്പൊ ഞങ്ങള് ഔട്ട്. കൊള്ളാട്ടാ. ആങ്ങളെ കൊണ്ട് തോറ്റൂലോ, എങ്ങനെയെങ്കിലും മാമനെ സോപ്പിട്ട് വരികയായിരുന്നു. എന്നാലും മാമന്റെ മുഖത്ത് കുറച്ചൊരയവുണ്ടെന്ന് തോന്നണൂലോ. പാവൻ ചെക്കൻ കാല് വരെ പിടിച്ചൂലേ, കഷ്ടം. ഞാനൊന്ന് ആലോചിക്കട്ടെ. പക്ഷേ കല്യാണി അറിഞ്ഞ പ്രശ്നാവൂലോടാ. അവൾ എന്തായാലും ദേവേട്ടനോട് പറയാണ്ടിരിക്കില്ല. അതിന് മാമി അറിയാണ്ടിരുന്നാ പോരെ? ആരെപ്പ മാമിയോട് പോയി പറയാൻ പോണേ? ഞാൻ അവളിൽ നിന്നൊന്നും മറച്ചു വെക്കാറില്ല. അശ്വന്റെ പൊന്നു മാമ, മാമിയോട് പറഞ്ഞു കഴിഞ്ഞ പ്രശ്നാവുന്ന അറിഞ്ഞു വെച്ചോണ്ട് പറയല്ലേ. പക്ഷെ പിന്നീട് എപ്പോഴെങ്കിലും എനിക്കിതറിയായിരുന്നു എന്ന് അവള് മനസ്സിലാക്കിയെടുത്താല് അത് വലിയ പുകിലാവുമല്ലോടാ. അന്ന് ഞാൻ മാമിയുടെ കാല് പിടിച്ചോളാം. അല്ല കാന്താരി, നിനക്ക് എന്താണ് സൂക്കേട്? എനിക്കറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കാണ് കേട്ടാ. ഇതൊക്കെ നെക്സ്റ്റ് ജനറേഷനാണ്. അത് മനസ്സിലാക്കിയിട്ട് വേണം അവരോട് സംസാരിക്കാൻ. നമ്മൾ ഈ സംസാരിക്കുന്നതൊക്കെ മാമി കേട്ട് കാണുവോ? അതിനവളില്ലല്ലോ. എവിടെ പോയി? ഹാവൂ, രക്ഷപ്പെട്ടു. ഇനി മാമനെ സോപ്പിട്ടാ മതി. മാമാ. എന്തേ? മാമനറിയാലോ ഞാൻ ഒറ്റ കുട്ടിയല്ലേ. അതുകൊണ്ട് എന്തെങ്കിലും സ്പെഷ്യൽ കൺസിഡറേഷൻ കിട്ടുന്ന വിചാരം ഉണ്ടെങ്കിൽ വേണ്ടാട്ടാ. ഒന്നായ ഓലക്കൊക്കെ അടിക്കണം എന്നാണ് പഴയ ആളുകൾ പറയണേ. അല്ല മാമ, ആരുമില്ലാണ്ട് ഒറ്റയ്ക്കല്ലേ ഞാൻ ഈ നാട്ടില്. അപ്പോ മാമനും മാമിയൊക്കെയാണ് എനിക്ക് അമ്മയും അച്ഛനും ഏട്ടനും ഏട്ടത്തിയും എല്ലാം. അതുകൊണ്ട് മാമൻ എങ്ങനെയെങ്കിലും എന്റെ ഇഷ്ടം സാധിച്ചു തരണം. നിനക്ക് എന്നോട് ഇത്രയും കാര്യമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടാ. പക്ഷെ വല്ലാത്ത കള്ളത്തരം കാണിച്ച് എനിക്ക് ഒട്ടും ഇഷ്ടായിട്ടില്ല. ആ, അതെന്താ അറിയോ? എന്റെ അച്ഛൻ കുട്ടിയിലെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. തല്ലും വഴക്കും കിട്ടാണ്ടിരിക്കാൻ ഒന്നെങ്കിൽ കള്ളം പറയും, അല്ലെങ്കിൽ ഒളിപ്പിക്കും. അത് ശീലായിപ്പോയി. ഇപ്പൊ പറയണത് ഉള്ളി തട്ടിയാണ് കേട്ടാ. ശരിക്കും വിഷമണ്ടടി, കണ്ണൊക്കെ നിറയാൻ തുടങ്ങി. ഇതെന്താണ് കണ്ണീരൊക്കെ? നീ ഒരു ആൺകുട്ടിയല്ലേ, ഇങ്ങനൊന്നും കരയാൻ പാടില്ല കേട്ടാ. അത് പിന്നെ എന്റെ വിഷമം ആരും. ഇതേ നോക്ക്, നീ കുറച്ചുമ്പേ പറഞ്ഞില്ലേ അതെന്നെ സോപ്പിടാനാണെങ്കിലും അല്ലെങ്കിലും ശരി, ഞാൻ നിന്റെ അച്ഛന്റെ ഏട്ടന്റെ ഒക്കെ സ്ഥാനത്താണ്. വിഷമിക്കണ്ടാട്ടാ. നീ ഈ കാര്യത്തിൽ സീരിയസ് ആണ് അല്ലേ? ഉവ്വ്. അല്ലാതെ ഈ ഇംഗ്ലണ്ടിലെ പോലെ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് സിസ്റ്റം അങ്ങനൊന്നും അല്ലല്ലോ. ഏയ് അല്ല. ഞാനും ബിജുവും കൂടെ ഒന്ന് ആലോചിച്ചിട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തീരുമാനമാക്കാട്ടാ. എന്തായാലും പഠിത്തം ഒട്ടും ഉഴപ്പരുത്. അത് നിന്റെ അച്ഛൻ സഹിക്കില്ല. ഇല്ല, ഉഴപ്പില്ല. വിഷമിക്കണ്ട, സമയമാകുമ്പോ എല്ലാരെയും അറിയിക്കാം. പക്ഷെ അപർണയുടെ ഫാമിലിയിൽ നിന്ന് ഒരു കുട്ടിയെ എടുക്കാൻ കല്ലൂന് ഇത്തിരി വിഷമം ഉണ്ടാവും. അതെങ്ങനെയാ മാനേജ് ചെയ്യണേ? അറിയില്ല. എന്നാലും ബിജു ഞാനും കൂടി ഒന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് എന്തേലും തീരുമാനം എടുക്കാം. അശ്വന്റെ പൊന്ന് കാന്താരി ചതിക്കല്ലേട്ടാ. എന്റെ മക്കളെ, നിങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല, മനസ്സിലായല്ലോ. മൊട്ടേനെ വിദ്യാർത്ഥി കുട്ടികളോട് നീ എന്തുടനെ ഇതൊക്കെ പറഞ്ഞത്? ഞാൻ പറഞ്ഞതല്ല, മഞ്ജു കണ്ടുപിടിച്ചതാണ്. ഞങ്ങളുടേന്ന് ഒളിപ്പിക്കാനുള്ള ബുദ്ധിയുണ്ട്, ഇവരുടേന്ന് ഒളിപ്പിക്കാനുള്ള ബുദ്ധി ഇല്ലായിരുന്നോ? കൊച്ചു കുട്ടികൾക്ക് ഇത്രയും ബുദ്ധി ഉണ്ടെന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി എനിക്കില്ലായിരുന്നു എന്ന് തന്നെയാ തോന്നണേ. അതന്നെയാ പ്രശ്നം. മക്കളെ, ഇതൊന്നും ഇങ്ങനെ വെട്ടിത്തുറന്ന് അമ്മയോട് സംസാരിക്കല്ലേട്ടാ. അശ്വിൻ ചേട്ടന് സ്നേഹ ചേച്ചിയും കിട്ടില്ല. നിന്റെ അമ്മ എന്നെ ഡിവോഴ്സും ചെയ്യും. വേണോ അത്? അത് ഐഷു പറയട്ടെ. എന്തുട്ട് ഇതിലിപ്പോ ഇത്ര ആലോചിക്കാൻ എന്തൊട്ടായിരിക്കണേ? ഓ, അത്രേ ഉള്ളോ? അത് ഞാൻ തന്നേക്കാം. ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ 4 വയസ്സാണെങ്കിൽ ഇവൾക്ക് 40ന്റെ മട്ടാണെന്ന്. ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ലേ അവളെ? സ്ട്രോബെറി ഐസ്ക്രീം കിട്ടുന്ന സന്തോഷത്തിൽ ഞാൻ പേര് വിളിക്കാട്ടാ. ഹായ് അമനത്, ഹായ് റീത. കുഞ്ഞിക്കാട്ടന് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേട്ടാ. ഒപ്പം ലൈക്കും ഷെയറും.